ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മോണ്ടിസറി ക്യാമ്പിൻ്റെ മൂന്നാമത്തെ ദിവസം കേട്ടോ. ഇന്ന് ഞാൻ ഒറ്റക്കല്ല പോകുന്നത്. അച്ഛൻ്റെ ബ്രദറിൻ്റെ വൈഫും മോനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 days വരാൻ പറ്റിയില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം കേട്ടോ അപ്പം വന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇന്ന് വൈറ്റ് ഡ്രസ്സ് എന്തെങ്കിലും വൈറ്റ് ഷെയ്ഡായിട്ടുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു വൈറ്റ് ഷെയ്ഡായിട്ടുള്ള കോക്കോ മെലൻ്റെ ഒരു പാൻറ്റും അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തേട്ടാ. ഐബക്കിനാണെങ്കിൽ കാര്യം പിടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ കയറ്റാനുള്ള പരിപാടിയാണെന്ന് എന്നെ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. പോകില്ല എന്നുള്ള മട്ടിൽ. അങ്ങനെ ഞാൻ ഒരുവിധം അവനെ അവിടെ പിടിച്ച് നിർത്തിച്ച്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് കരയും, പിന്നെ അവൻ സെറ്റായിക്കോളും. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് വന്നിട്ട് ഇവിടെ ക്ലാസ്സെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഷുഗർ, പ്രഷർ അങ്ങനത്തെ എല്ലാം ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാട്ടോ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു മിസ്സ് വന്നിട്ട് പറഞ്ഞു, കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ ഓരോ ടാസ്കുകൾ കൊടുക്കാറുള്ളൂ, അപ്പം നിങ്ങൾക്കും കൂടിയിട്ട് നമ്മളൊരു ടാസ്ക് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വൈറ്റ് പേപ്പർ തന്നിട്ട് പറഞ്ഞു 20 മിനിറ്റ് സമയം തരാം. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ആരാന്ന് നല്ല രീതിയിൽ എന്തെങ്കിലും പെൻസിൽ ഡ്രോയിങ്സ് ആണേ, വേറെ ഒന്നും യൂസ് ചെയ്യരുത്. പെൻസിൽ ഡ്രോയിങ്സ് ചെയ്യുന്ന അവർ ആരാണോ നന്നായിട്ട് ചെയ്യുന്ന അവർക്ക് സമ്മാനമുണ്ട്, ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മളിങ്ങനെ എനിക്കൊന്നും അറിയില്ല കേട്ടോ ഡ്രോയിങ്സിനെ പറ്റിയിട്ട്. ഞാൻ എന്തെല്ലോ ഒപ്പിച്ചെല്ലാം കൊടുത്ത് എനിക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ വേറെ പാരൻസ് ഉണ്ടായിരുന്നു, നന്നായിട്ട് വരയ്ക്കുന്ന വേറെ പാരൻസെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കാണ് കിട്ടിയത്. പിന്നെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലായിരുന്നല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു ഇവിടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കണ്ടേ കുട്ടികൾക്ക്. 3 days വന്ന ഈ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനാണ് പ്രത്യേകമായിട്ട് കൊടുക്കേണ്ടത്. അവർക്കുള്ള സർട്ടിഫിക്കറ്റും എല്ലാം കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റേജ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ട് അങ്ങനെ എല്ലാ കുട്ടികളും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കളിക്കുന്നുണ്ടായിനി. ഐബക്കാണെങ്കിൽ ഒരു വിധത്തിലും പോകില്ല എന്നാണ് പറയുന്നത്. അവൻ്റെ വിചാരം വീണ്ടും അവനെ പിടിച്ചിട്ട് ആ ഹാളിലേക്ക് കൊണ്ടുവിടുമെന്ന് വിചാരിച്ചിട്ട് അവൻ പോകുന്നില്ല. അങ്ങനെ അസ്ലമാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അസ്ലമാണെങ്കിൽ എല്ലാവരായിട്ടും ഒരു മിങ്കിളാകുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഹൈബക്ക് ഇതാ എൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. In their educational journey. Okay, I would like to invite Vishal. Good afternoon. Good afternoon. Okay. Tired ആയല്ലേ? You right? So ഇതിനിപ്പം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൂമെന്റ് ആണ് അല്ലേ? ഒരു മോണ്ടസറി നമ്മളിപ്പം ഒരു 3 days മോണ്ടസറി. എനിക്ക് പറയാനുള്ളത് ഈ മക്കളെ ഈ ആവേശം. അങ്ങനെ എല്ലാ ടീച്ചേഴ്സും, ഞാൻ എല്ലാവരും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 സാറുമാരും അതും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടറായിരുന്നു കേട്ടോ. 2 സാറും സൈക്കട്രിസ്റ്റിൻ്റെ ഡോക്ടേഴ്സായിരുന്നു. അവരും കുറച്ച് ക്ലാസ്സെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഈ 3 days ക്ലാസ്സും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പാരൻസിനായാലും കുട്ടികൾക്കായാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ചില ടീച്ചേഴ്സെല്ലാം നന്നായിട്ട് വിഷമം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. കുട്ടികളെ 3 ദിവസം അവരെ മക്കളെ പോലെ നോക്കി വളർത്തിയെടുത്തിട്ട് പിന്നെ പെട്ടെന്ന് അവരിതാവുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെ ഐബക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഐബക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്നോട് അവർ പറഞ്ഞു ഞാൻ തന്നെ പോയിട്ട് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അവനെ കൂട്ടിയിട്ട് പോയി വാങ്ങിച്ചു. പിന്നെ അടുത്തത് ടീച്ചേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാമേ ഓരോ ടീച്ചേഴ്സിനും സാർ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അടുത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ നെയ്ബർ ഹിബ എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ കുട്ടി എന്ന് പറയട്ടെ, അത്ര ഏജൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം.